السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യങ്ങളും അവരുടെ ശക്തിയും അവരുടേതായ സഞ്ചാര വേഗതകളും എല്ലാം കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരും അള്ളാഹുവിൻ്റെ വിനീതരായ ദാസന്മാരാണ്, അടിമകളാണ്. ഒരു നിലക്കും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അതിൽ പങ്കാക്കുവാനോ ഒരാൾക്കും പാടുള്ളതല്ല. അവരും ഏറ്റവും മാന്യന്മാരായ അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്. അവരും എത്ര തന്നെ പവറും ശക്തിയും ഉണ്ടെങ്കിലും ശരി. എന്താ അങ്ങനെ പറയാൻ കാരണം, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയുള്ള ജൂത ക്രൈസ്തവന്മാരൊക്കെ അവരും മലക്കുകളിൽ വിശ്വസിച്ചിരുന്നു. അവർ മാലാഖമാർ എന്നൊക്കെ ഇന്ന് പറയുന്ന വിധത്തിലുള്ള ചില പ്രയോഗങ്ങൾ നൽകിക്കൊണ്ട് ചില ആളുകളെയൊക്കെ അവരും സങ്കല്പിച്ചിരുന്നു. പല വികലമായ വിശ്വാസങ്ങളുമായിരുന്നു ഈ മാലാഖമാർ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഹൈന്ദവരായ ആളുകൾ അവരുടേതായ മതത്തിൻ്റെ വിശ്വാസവും ധാരണകളുമൊക്കെ വെച്ച് അവരും പല ദേവന്മാരെ അവരും സങ്കല്പിക്കുന്നുണ്ട്. ഈ ദേവന്മാര് തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ വാസ്തവത്തിൽ നമ്മുടെ മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസവുമായി അവരുടേതായ ഭാഗത്ത് നിന്നുള്ള ഒരു മലക്കുകളെ അവർ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ദേവിമാർ, അതുപോലെ തന്നെ ദേവന്മാർ. അങ്ങനെ ഭാരതീയ പ്രതിഷ്ഠകളിൽ തന്നെ ദേവന്മാരുണ്ട്, ധാരാളം ദേവിമാരുണ്ട്. പുരുഷന്മാരായ മലക്കുകളും സ്ത്രീകളായ മലക്കുകളും ഉണ്ടെന്ന വിശ്വാസമാണ് പൊതുവെ അവർ ഈ രൂപത്തിലുള്ള ദേവീദേവന്മാർക്ക് നൽകിയിട്ടുള്ള നാമങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കുന്നത്. അഗ്നി, അതുപോലെ തന്നെ അഗ്നിദേവൻ, ഇന്ദ്രദേവൻ, വായുദേവൻ, വരുണദേവൻ, അതുപോലെ തന്നെ യമൻ, അതുപോലെ തന്നെ സരസ്വതി ദേവി, വിഷ്ണു, അതുപോലെ തന്നെ മിത്രൻ തുടങ്ങി ഇതൊക്കെ അവർ ചില ദേവന്മാർക്ക് അവർ സങ്കല്പിച്ചിട്ടുള്ള നാമങ്ങളാണ്. അതേപോലെ തന്നെ യഹൂദികളും നസറാനികളുമൊക്കെ മലാഖമാരെന്ന് പറയുന്ന അവരുടേതായ ആ പുരുഷന്മാരെ, പുണ്യ ആളുകളെ അവർ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളതും സ്ത്രീരൂപങ്ങളായിട്ടാണ്. മാലാഖമാരായിട്ട് അവർ പലപ്പോഴും സ്ത്രീരൂപങ്ങളെയാണ് അവരും പിന്നെ എന്ത് ചെയ്യാറുള്ളത്, ചിത്രീകരിക്കാറുള്ളത്. വാസ്തവത്തിൽ വിശുദ്ധ സൃഷ്ടികൾ എന്നതിൻ്റെ പകരം അവർ ദൈവത്തിൻ്റെ ഒരു മക്കൾ എന്ന ഒരു സ്ഥാനമൊക്കെയാണ് ജൂത ക്രൈസ്തവരൊക്കെ മലക്കുകളുടെ മേൽ ആരോപിച്ചിട്ടുള്ളത്. ഇസ്ലാം ഇതിനെ എല്ലാം തള്ളിക്കളയുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരിൽ പുരുഷ സ്ത്രീ എന്ന ലിംഗവിവേചനമില്ല. അതുപോലെ തന്നെ അവരൊരിക്കലും ആരാധിക്കപ്പെടേണ്ടവരല്ല, അവരൊരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടവരല്ല. എത്ര തന്നെ ശക്തരും മല്ലന്മാരും അതുപോലെ തന്നെ വേഗതയുള്ളവരും മഹത്വമുള്ളവരും ഒക്കെയാണെങ്കിലും അവരെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബൽ ഇബാദും മുക്റമൂൻ എന്നാണ്. അവരൊക്കെ ആദരണീയരായ അടിമകൾ മാത്രമാണ്. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് ആ നിലക്കുള്ള ഒരു ദൈവീക പരിവേഷം ഒരിക്കലും മലക്കുകൾക്കും നൽകുവാൻ പാടില്ല എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. ഇസ്ലാം അവരെ സംബന്ധിച്ചു പറഞ്ഞു, അവർ അടിമകളാണ്, അതുകൊണ്ട് തന്നെ അവർ വിനീതരാണ്, അനുസരണശീലം മാത്രമേ അവർക്കുള്ളൂ, അനുസരണക്കേട് അവർ കാണിക്കില്ല, തെറ്റുകൾ ചെയ്യാനാവാത്ത പ്രകൃതമാണ് അവരുടേത്. സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ കൽപ്പിച്ചത് അല്ലാഹു അതിനവർ എതിര് പ്രവർത്തിക്കുകയില്ല. എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായിട്ട് അവർ നിർവഹിക്കുകയും ചെയ്യും. സൂറത്തു നഹലിലെ 50-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർക്ക് മീതെയുള്ള ഉപരിയായവനായ അവരുടെ റബ്ബിനെ അവർ ഭയത്തോടുകൂടെയാണ് ജീവിക്കുന്നത്. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് മലക്കുകളും. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് കൃത്യവും വ്യക്തവുമായ നിലക്ക് പ്രവർത്തിക്കുന്നവരാണ്. സൂറത്തുൽ അംബിയായിലെ 28-ാമത്തെ ആയത്തിലും പറഞ്ഞു,
വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നിമിത്തം അവർ എപ്പോഴും നല്ല ഉത്കണ്ഠയിലാണ്. റബ്ബിന്റെ ശിക്ഷയെ അവരും ഭയപ്പെടുന്നവരാണ് എന്നാണ്. മാത്രമല്ല, റഹ്മാനായ റബ്ബിന്റെ മലക്കുകളെ സംബന്ധിച്ചവർ പെൺമക്കളാണെന്നും അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നുമൊക്കെയുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസധാരകളെയും ആ രൂപത്തിലുള്ള വിശ്വാസങ്ങളെയുമൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ കണിശമായി തന്നെ എതിർത്തിരിക്കുകയാണ്. സൂറത്തുൽ അംബിയായിലെ വചനങ്ങൾ നമുക്കതിന് വ്യക്തമായ തെളിവാണ്. വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, അവര് പറയുന്നു ഇത്തഖദർ റഹ്മാനു വലദാ, പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. സുബ്ഹാന, അവൻ മഹാപരിശുദ്ധൻ. മലക്കുകളെ അല്ലാഹുവിൻ്റെ സന്താനമായി വിശ്വസിക്കുന്ന വികലധാരണകൾ വെച്ച് പുലർത്തുന്നവർക്കുള്ള മറുപടി പറയുകയാണ്. മറിച്ചവർ അള്ളാന്റെ മക്കളൊന്നുമല്ല, ബൽ ഇബാദും മുക്റമൂൻ, അവർ ആദരണീയരായ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. അവര് കൽപ്പന ലംഘിക്കാൻ അവർക്ക് കഴിയൂല എന്ന് പറഞ്ഞല്ലോ. നീ അവരെങ്ങാനും സങ്കല്പിക്കുക, നമ്മളെന്ത് അവരെങ്ങാനും വല്ല ഒരു തെറ്റും ചെയ്താലോ അള്ളാഹ് അവരെയും നരകത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ ഒന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ അതാ വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്, വമയ്യഖുൽ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എപ്രകാരം പറഞ്ഞാൽ, ഇന്നി ഇലാഹും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ ഞാനും ആരാധ്യനാണ് എന്ന് ഏതെങ്കിലും ഒരു മലക്ക് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഫദാലിക നജ്സീഹി ജഹന്നം, ആ വ്യക്തിക്കും ആ മലക്കിനും നാം പ്രതിഫലമായിട്ട് കൊടുക്കാൻ തന്നെയാണ് കത്തിയാളുന്ന നരകം തന്നെയാണ്. കദാലിക നജ്സിൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് നാം അപ്രകാരമാണ് പ്രതിഫലം കൊടുക്കുക. പക്ഷെ മലക്കുകൾ അങ്ങനെ പറയൂല, അവരുടെ പ്രകൃതം അതല്ല. അപ്പം അത്രത്തോളം അവരും അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ശക്തിയും ഒരു വ്യക്തിയും ലോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരൊക്കെ എത്രയൊക്കെ ഉന്നതരാണെങ്കിലും അവർക്കൊക്കെ റബ്ബിൻ്റെ താഴെയാണ്. ഉലൂഹിയത്തിൻ്റെ, ദിവ്യത്വത്തിൻ്റെ ഒരു പദവിയിലേക്കും ഒരാൾക്കും എത്തിച്ചേരുവാൻ സാധ്യമല്ല. അതാണ് മലക്കുകളെ കുറിച്ചും നമ്മൾ വിശ്വസിക്കുന്നത്. അവരിലെ ടോപ്പ് ലീഡറായ ജിബ്രീൽ അലൈഹിസ്സലാം 600ഓളം ചെറുകൊക്കെയുണ്ട് എന്ന് പറയുമ്പോഴും ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അവരുടേതായ ആ ഒരു കണിശര നിങ്ങൾ നോക്കൂ. റബ്ബിന്റെ കൽപ്പന കിട്ടിയാലല്ലാതെ അനങ്ങാൻ അവർക്കും സാധ്യമല്ല. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ, അല്ലാഹുവിൻ്റെ വാക്കിനെ മുൻകടക്കാൻ അവർക്ക് കഴിയില്ല. റബ്ബിൻ്റെ ആ നിർദ്ദേശപ്രകാരം മാത്രമാണ് അവർ പ്രവർത്തിക്കുക. നാളെ മഹ്ശറിൽ മലക്കുകളും റെക്കമെൻഡ് പറയും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. അമ്പിയാക്കൾ റെക്കമെൻഡ് പറയും, മലക്കുകളും റെക്കമെൻഡ് പറയും. പക്ഷേ അവർക്കും അനുവാദം കിട്ടണം. അള്ള പൊരുത്തപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ അവരും റെക്കമെൻഡ് പറയുകയുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും കയറി സംസാരിക്കാൻ അവർക്കും പറ്റില്ല. എവിടെയാ അത് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ തന്നെ അക്കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു വന്ന്, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ള തൃപ്തിപ്പെട്ട ആൾക്ക് വേണ്ടി അല്ലാതെ മലക്കുകളും ശുപാർശ പറയുന്നതല്ല. അപ്പൊ കൽപ്പന എന്താണോ കിട്ടിയത് അത് കൃത്യമായിട്ട് ചെയ്യലല്ലാതെ എന്തെങ്കിലും ഒരു നീക്കുപോക്കിന് പോലും മലക്കുകൾ സന്നദ്ധരാവൂല. അത്ര അനുസരണവും അച്ചടക്കബോധവുമാണ് അവർക്കുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഇപ്രകാരം ചോദിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ജിബ്രീലേ അലാ തസൂറുന അക്സറ മിമ്മാ തസൂറുന, ഇപ്പൊ താങ്കൾ എൻ്റെ അടുക്കലേക്ക് സന്ദർശനത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ സമയം, അധിക ടൈം, പലവട്ടം എൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് എന്താ ഒന്ന് വന്നാൽ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ വന്നുകൂടെ ഇപ്പൊ വരുന്നതിനേക്കാൾ കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനമാണ് അതിന് മറുപടിയായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തത്. എന്താ ഖുർആൻ സൂറത്ത് മറിയമിലെ 64-ാമത്തെ ആയത്താ ഓതി കേൾപ്പിച്ചത് മറുപടിയായിട്ട്. എന്താ അതിൽ അല്ലാഹു പറയുന്നത്? വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ നതനസ്സലു, ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇല്ലാ ബി അംരി റബ്ബിക, നിന്റെ യജമാനായ റബ്ബിന്റെ കൽപ്പനയുണ്ടെങ്കിലല്ലാതെ ഞങ്ങൾക്ക് ഇറങ്ങാനാവില്ല.
ലഹു അവനാണ് അറിയുക മാ ബൈന ഐദീനാ വമാ ഖൽഫനാ ഞങ്ങളുടെ മുമ്പിലും പിറകിലുമുള്ളത് എല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത്, അവനാണ് അറിയുന്നത്, എല്ലാം അവൻ്റെതാണ്. ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ചൊന്നും വരാനും പോകാനൊന്നും പറ്റൂല. അള്ളാൻ്റെ നിർദ്ദേശം എപ്പോൾ കിട്ടുന്നോ സെക്കൻഡിൽ വരിക പോവുക. അതിലപ്പുറം നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കുറച്ച് വരവ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വരാതായിട്ടോ അതൊന്നും പറ്റില്ല. വളരെ വ്യക്തമാണ്, കണിശമാണ്. ആ നിലക്കുള്ള അനുസരണബോധമുള്ള വിനീതരായ അടിമകളാണവർ. ഒരിക്കലും അവർ ദൈവീക പരിവേഷം അവർക്ക് നൽകാൻ പാടില്ല എന്ന് അവരിലും ദിവ്യത്വത്തെ വാദിച്ചിട്ടുള്ള, അവരിലും ദൈവീകത ആരോപിച്ചിട്ടുള്ള, അതേപോലെ തന്നെ അവരെയും ആരാധ്യരായി കണ്ടിട്ടുള്ള സമൂഹത്തിന് വ്യക്തമായ മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കുക, മലായിക്കത്തുകളും അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവർ ആരാധ്യരല്ല. അതാണ് ഇസ്ലാമിൻ്റെ വ്യക്തമായ നിലക്കുള്ള മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും എന്നെന്നും നിലയുറപ്പിച്ച് യഥാർത്ഥ വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന സ്വർഗത്തിന് അർഹരാകുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.